വെൽക്കം ടു യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനും അലീഷി മാത്രമേ ഉള്ളൂ. അലീനയ്ക്ക് അവിടെ ഹോംവർക്ക് ചെയ്താനുണ്ട്. അപ്പോൾ അലീന വന്നിട്ടില്ല. ഇൻട്രോ എടുക്കാൻ ഞാനും അലീഷി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇപ്പം മാങ്ങ സീസൺ അല്ലേ, അപ്പം നമുക്ക് കുറേ മാങ്ങകൾ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ അവിടുത്തെ മാങ്ങ തന്നെയാണ്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്കൊരു ഐസ്ക്രീം ഉണ്ടാക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതൊക്കെയാണ് നമ്മൾ പറിച്ചു വെച്ച മാങ്ങകൾ. ഇതൊക്കെ നമ്മുടെ അവിടുത്തെ മാങ്ങകൾ തന്നെ, വീട്ടിലുണ്ടായ മാങ്ങകൾ തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ കുറച്ച് കൂടുതൽ പറിച്ചു വെച്ചതാണ്. കുറേ പഴുത്തപ്പോൾ കുറേ ഇടയ്ക്ക് കഴിക്കലൊക്കെ കഴിഞ്ഞു. അപ്പോൾ മാങ്ങ പച്ചയ്ക്കും കഴിച്ചു, ഉപ്പും മുളക് ഇട്ടിട്ടും കഴിച്ചു, പഴുത്തിട്ടും കഴിച്ചു. അപ്പോൾ ഇനിയും കുറേ പഴുത്ത് അങ്ങനെ ബാക്കിയുണ്ട്. അപ്പോൾ ഒന്ന് ഐസ്ക്രീം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്കിതിന്ന് നല്ലോണം പഴുത്ത 2-3 മാങ്ങ എടുത്തിട്ട് ഐസ്ക്രീം ഉണ്ടാക്കാൻ പോവാം. മാങ്ങ എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് അരച്ചിട്ട് ഐസ്ക്രീം ഉണ്ടാക്കാം, കാണിക്കാം, വരും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് മാംഗോൻ്റെ തൊലി മാത്രം ഒന്ന് പീൽ ചെയ്തെടുക്കാം. അലീന എഴുതാനിരിക്കുകയാണ്. ഇല്ല, അലീന വന്നിട്ടുണ്ടാവും വീഡിയോ എടുക്കാൻ. സ്കൂളിലേക്ക് മദ്രസയ്ക്കൊക്കെ പോകുന്നതുകൊണ്ട് നേരത്തെ എനിക്ക് രണ്ടാൾക്ക് നേരത്തെ ഉറക്കം വരും. അതുകൊണ്ട് വേഗം ഇരുന്ന് എഴുതാൻ പറഞ്ഞു ഞാൻ. ഇത് നമ്മുടെ അവിടെ തന്നെ ഉള്ളതുകൊണ്ട് മരുന്നൊന്നും അടിച്ചിട്ടില്ല കേട്ടോ. അതിൽ ഫ്രഷായിട്ടുള്ള മാമ്പഴമാണ്. ഇനി നമുക്കിതിനെ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യാം. ഇതുപോലെ മറ്റേ 2 മാങ്ങയും കൂടി പീൽ ചെയ്തിട്ട് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് മിക്സിയിലൊന്ന്, ഇതുപോലെ ചെറിയ പീസ് തന്നെ ആവണമെന്നില്ല, ഒരുവിധം, കാരണം എന്തായാലും നമ്മൾ അരയ്ക്കുമല്ലോ, അതുകൊണ്ട് കുഞ്ഞു കുഞ്ഞു പീസായിട്ട് തന്നെ കട്ട് ചെയ്യണമെന്നൊന്നുമില്ല. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ച മാങ്ങയൊക്കെ നമ്മൾ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് ഒഴിക്കുന്നുണ്ട്. ഞാൻ പകുതി മിൽക്ക് മെയ്ഡ് എടുക്കുന്നുണ്ട്, കുറച്ച് പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെച്ചാൽ ഫുൾ മിൽക്ക് മെയ്ഡ് മാത്രം യൂസ് ചെയ്താൽ മതി, ഷുഗർ സ്കിപ്പ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ മിൽക്ക് മെയ്ഡും ഷുഗറും കൂടി മിക്സ് ചെയ്തിട്ടാണ് അടിച്ചെടുക്കുന്നത്. ഇനി നമുക്ക് അടിച്ചെടുക്കാം. അപ്പോൾ അത് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ ഒരു കളറോ ഫുഡ് കളറോ ഒന്നും ചേർത്തിട്ടില്ല, ഫുൾ മാംഗോൻ്റെ കളർ മാത്രമേ ഉള്ളൂ ഇതിൽ. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവാം. വേണ്ടത് വിപ്പിംഗ് ക്രീമാണ്. വിപ്പിംഗ് ക്രീമാണ് യൂസ് ചെയ്യുന്നത്. വിപ്പിംഗ് ക്രീം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കാം. നമ്മൾ വിപ്പിംഗ് ക്രീം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് നല്ല തിക്കാക്കി ഇത് മാംഗോ പ്യൂരി നമ്മൾ അതിൽ കൂടെ മിക്സ് ചെയ്തിട്ട് ഫ്രീസ് ചെയ്യാൻ സെറ്റ് ചെയ്യാം. മാംഗോ പ്യൂരി ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ കുറേശ്ശെ എടുത്തിട്ട് മിക്സ് ചെയ്യണം. നമുക്ക് ബാക്കിയുള്ള മാംഗോ പ്യൂരി കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ടിൻ റാപ്പ് ഇട്ട് ഫില്ല് ചെയ്തിട്ട് ഫ്രീസ് ചെയ്യാൻ വയ്ക്കാം.
ഇതിൻ്റെ ഇടയ്ക്ക് കടിക്കാൻ ഇഷ്ടമുണ്ടെന്ന് വെച്ചാൽ മാംഗോ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലിട്ട് കഴിഞ്ഞാൽ ഇടയിൽ കടിക്കാൻ കിട്ടും. പക്ഷെ ഞാനത് ചെയ്യുന്നില്ല, ഇവിടെ പ്ലെയിൻ ആയിട്ട് മതി എന്ന് പറഞ്ഞു. ഇപ്പോൾ നമ്മളൊന്ന് കിൻഡർ റാപ്പ് ഇട്ടിട്ട് അടച്ച് വെച്ചിട്ട് ഒന്ന് ഓവർ നൈറ്റ് ഒന്ന് ഫ്രീസ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ നമ്മൾ ഐസ്ക്രീമൊക്കെ ഉണ്ടാക്കി സെറ്റ് ആക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഞങ്ങളുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കണ്ടോ, പെർഫെക്റ്റ് കണ്ടോ വരുന്നത്. ഐസ്ക്രീം ആയിട്ടുണ്ട്. ഉണ്ടാക്കുമ്പോൾ തന്നെ ഇവിടെ ഓരോരുത്തർ വയറ് വെള്ളം ഇട്ടുകൊണ്ടിരിക്കാനുണ്ട്. അപ്പം നമ്മുടെ ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ സ്കൂപ്പർ ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ കണ്ടില്ലേ കറക്റ്റ് ടെക്സ്ചറിൽ കിട്ടിയിട്ടുണ്ട് ഐസ്ക്രീം. അപ്പോൾ അതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ അറിയിക്കുക. ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു വീഡിയോയിൽ കാണാം. ബൈ.